നമസ്കാരം. ഭ്രമരം എന്ന ചിത്രത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്ലെസ്സിയാണ്. ഇതിലെ മുഖ്യ കഥാപാത്രത്തെ നിർവഹിച്ചിരിക്കുന്നത് മോഹൻലാലാണ്. ഒരു അജ്ഞാതൻ ഉണ്ണി എന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ വീട്ടിലൊരു സുപ്രഭാതത്തിൽ വന്നെത്തുന്നു. ഉണ്ണിയോട് ഈ അജ്ഞാതൻ പറയുന്നു, അതായത് ഞാൻ നിങ്ങളുടെ ബാല്യകാല സുഹൃത്താണ്. പക്ഷെ ഉണ്ണിക്ക് എത്ര ആലോചിച്ചിട്ടും ഇതാരാണെന്ന് മനസ്സിലാകുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ണി തൻ്റെ സുഹൃത്തായ അലക്സിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു തങ്ങൾ ചെറുപ്പത്തിൽ ചതിച്ച ശിവൻകുട്ടി എന്ന വ്യക്തിയാണ് ഇയാളെന്ന്. അപ്പോൾ പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും ശിവൻകുട്ടി ബലമായിട്ട് ഉണ്ണിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ശിവൻകുട്ടി ഉണ്ണിയെയും അലക്സിനെയും തേടി വന്നിരിക്കുന്നത്? ഇതാണ് സിനിമയെ മുമ്പോട്ട് നയിക്കുന്നത്. ഈ ഒരു കഥാതന്തുവാണ്. ഇതിൻ്റെ അകത്ത് മുഖ്യമായും പ്രധാനമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം, അതായത് അലക്സും ഉണ്ണിയും ശിവൻകുട്ടിയും തമ്മിലുള്ള ഒരു സംഘർഷം ആ ഒരു യാത്രയിൽ ഉണ്ടാകുന്നത്, അതായത് കോയമ്പത്തൂരിൽ നിന്നും ശിവൻകുട്ടിയുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ് മെയിൻലി ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വിഷയം. ഇത് വളരെ നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ ബ്ലെസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ മുമ്പോട്ട് നീങ്ങുന്തോറും ഈ ഒരു കാരണം, ശിവൻകുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉദ്യമത്തിന് പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാരണം നമുക്ക് മനസ്സിലാകുമ്പോൾ അത് ആ ഒരു കാരണം വളരെ നല്ല രീതിയിൽ ഒരു ഹൃദയത്തിൽ തൊട്ടുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ബ്ലെസ്സിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ നാടകീയമായ രംഗങ്ങൾ സിനിമയുടെ അവസാനങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ആ സിനിമയിൽ ഒരു സസ്പെൻസ് എലിമെന്റ് ആദ്യം ഉണ്ടായിരുന്നത് നമുക്ക് കുറെ കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ശിവൻകുട്ടി ഈ ഉണ്ണിയെയും അലക്സിനെയും തന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും സിനിമയെക്കുറിച്ച് മൊത്തത്തിലൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജിനപ്പുറം ഇല്ല. ഒരു കഥാതന്തു വളരെ നല്ലതെങ്കിലും ചിത്രീകരണ ശൈലിയും ബ്ലെസ്സിയെ പല രംഗങ്ങളിലും വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അവരുടെ യാത്രയും പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിന്റെ അഭിനയവും, അതായത് പെട്ടെന്നൊരു ഭാവപകർച്ച വരുന്ന ഒരു അഭിനയം. അപ്പോൾ നമ്മൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട്, എന്താണ് ഇനി ഈ കഥാപാത്രം മുമ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ആ രീതിയിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കാനൊക്കെ ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ നാടകീയമായ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയും ഒരു അവിശ്വസനീയമായ ഒരു രംഗങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ രംഗങ്ങൾ, അവസാനത്തെ കുറച്ച് രംഗങ്ങൾ നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു സുഖം നഷ്ടപ്പെടുത്തി എന്ന് തന്നെ പറയാം. എങ്കിലും മൊത്തത്തിൽ ഒരു ആവറേജ് സിനിമ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.